നമുക്ക് ആദ്യമായിട്ട് ഈ ഒരു പ്രോഗ്രാമില് ഫസ്റ്റ് പാർട്ടായിട്ട് വരുന്നത് നമ്മളുടെ പള്ളിക്കൽ ബസാർ സ്വദേശിയായിട്ടുള്ള നമ്മുടെ കമ്പനിയുടെ പേളക്സ് യൂട്യൂബ് മില്ലേനിയർസ് ക്ലബ് മെമ്പറുമായിട്ടുള്ള നജ്മുന്നിസ മാഡം ആണ് ഇന്ന് നമുക്ക് എക്സ്പീരിയൻസ് ഷെയറിങ്ങിന് വേണ്ടി വരുന്നത്. മാഡത്തിനെ നമുക്ക് എല്ലാവർക്കും വളരെ സന്തോഷത്തോട് കൂടി ഒരു ഡിജിറ്റൽ ക്ലാപ്പോട് കൂടിയിട്ട് നമുക്ക് ഈ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്യാം. പ്ലീസ് വെൽക്കം മാഡം. പ്ലീസ് നജ്മുന്നിസ മാഡം. ഓക്കെ, താങ്ക് യു. വെൽക്കം ബഷീർ സാർ. എന്റെ വോയിസ് ഓഡിയബിൾ ആണോ? രണ്ട് ലിങ്കിൽ വോയിസ് ഓഡിയബിൾ ആണോ? ചെറിയൊരു നിർദ്ദേശമുണ്ട്. സെക്കൻഡ് ലിങ്കിലുള്ള ആളുകളോട് ഫസ്റ്റ് ലിങ്കിൽ ജോയിൻ ചെയ്തിരുന്നെങ്കിൽ ഒന്ന് പെട്ടെന്ന് നമുക്ക് ക്ലിയർ ചെയ്യാമായിരുന്നു. എനിക്ക് തോന്നുന്നുണ്ട് ഫസ്റ്റ് ലിങ്കിലാണ് ഒന്നും കൂടി ക്ലാരിറ്റി ഉണ്ടാവുമെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ സെക്കൻഡ് ലിങ്കിൽ കുറഞ്ഞ പേര് മാത്രമേ ഉള്ളൂ. പറ്റുകയാണെന്നുണ്ടെങ്കിൽ അവർ ലീവ് ചെയ്തിട്ട് ഫസ്റ്റ് ലിങ്കിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, താങ്ക് യു ബഷീർ സാർ. ഓക്കെ, താങ്ക് യു നജ്മുന്നിസ മാഡം. ഓക്കെ മാഡം, എനിക്ക് ആദ്യമായിട്ട് മാഡത്തിനോട് പറയാനുള്ളത് മാഡത്തിന്റെ പേര്, സ്ഥലം, അതുപോലെ തന്നെ ഒരുവിധം ആളുകൾക്ക് അറിയാൻ പറ്റും, എന്നാലും പുതിയ ഒരുപാട് ആളുകൾ ഉണ്ടാവും. അവർക്ക് അറിയുന്നതിന് വേണ്ടിയിട്ട് മാഡത്തിന്റെ സ്ഥലം, പേര്, അതുപോലെ തന്നെ എങ്ങനെയാണ് ബിസിനസ്സിലേക്ക് വന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മാഡം പ്ലീസ്. ഓക്കെ, എൻ്റെ പേര് നജ്മുന്നിസ, സ്ഥലം മലപ്പുറം ജില്ലയിലെ നമ്മളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ കാലിക്കറ്റ് എയർപോർട്ടിനോട് തൊട്ടടുത്തായിട്ട് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ 2 കിലോമീറ്ററിന്റെ ഉള്ളിലായിട്ടാണ് എൻ്റെ വീട് വരുന്നത്. വീട്ടില് ഹസ്ബൻഡ്, 2 മക്കള്, ഹസ്ബൻഡിന്റെ ഫാദർ, ഇങ്ങനെ ഒരു 5 ഫാമിലി മാത്രമാണ് എപ്പോൾ എൻ്റെ വീട്ടിലുള്ളത്. ബാക്കി കാര്യങ്ങളൊക്കെ ഈ ബഷീർ സാർ ചോദിക്കുന്നതിനനുസരിച്ച് നമുക്ക് പറഞ്ഞു തരാം അല്ലേ? അങ്ങനെയാണ്. ഓക്കെ, താങ്ക് യു മാഡം. മാഡം, ഞാൻ കേട്ടിട്ടുണ്ട് മാഡം മുമ്പ് ഒരു പഞ്ചായത്ത് മെമ്പർ ആയിരുന്നു, അങ്ങനെ ഒരുപാട് കാലം അങ്ങനെ പോയ ഒരാളാണ്. പിന്നീടാണ് ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നിട്ടുള്ളത് എന്നൊക്കെ നമുക്ക് അറിഞ്ഞിട്ടുണ്ട്. ആ ഒരു സമയം ഒന്ന് മാഡം ഒന്ന് പറയാമോ? എങ്ങനെയായിരുന്നു പഞ്ചായത്ത് മെമ്പറായി ഇരുന്ന ആ സമയത്തും പിന്നീട് ബിസിനസ്സിലേക്ക് വന്നിട്ടുണ്ടായ ആ ഒരു മാറ്റങ്ങളൊന്നും മാഡം ഒന്ന് അറിയിക്കാമോ? യെസ്, ബിസിനസ്സിലോട്ട് വന്ന കാര്യം എന്ന് വെച്ചാല് എൻ്റെ സ്പോൺസർ ആയിട്ടുള്ള മുനീറ മാഡം, ഞാൻ ഇപ്പൊ ഞാൻ ഈ സമയത്ത് ഞാൻ മുനീറ മാഡത്തിന് ഞാൻ എന്താ വെച്ചാല് എത്ര റെസ്പെക്ട് കൊടുത്താലും എത്ര അനുഗ്രഹം കൊടുത്താലും മതിയാവില്ല. ഇപ്പൊ ഞാൻ മുനീറ മാഡത്തിന്റെ ആ ഒരു എന്തുകൊണ്ടാണ് എന്ന് അറിഞ്ഞൂടാ. അത് ദൈവനിയോഗം. ഒന്ന് നമ്മുടെ പേരൻസ്, നമ്മുടെ മക്കള്, അവരുടെ പ്രാർത്ഥന കൊണ്ടായിരിക്കാം എനിക്ക് ഈ അവസരം എൻ്റെ കയ്യിൽ കിട്ടിയത്. ഒരു എല്ലാവരും വന്നതുപോലെ ഒരു VOP ഹാൾ, ഇപ്പൊ ഇവിടെ ഉള്ള ഒട്ടുമിക്ക ആളുകളും ഒന്നുകിൽ VOP പ്ലാൻ കേട്ടിട്ട് അല്ലെങ്കിൽ ഡിജിറ്റലെങ്കിലും പ്ലാൻ കേട്ടിട്ട് അങ്ങനെ ആയിരിക്കാം ഒട്ടുമിക്ക ആളുകൾ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ വന്ന ഒരു വ്യക്തിയല്ല. ഞാൻ വിചാരിച്ചത്, ഞാനും മുനീറ മേഡും ഒരുമിച്ച് 10ാം ക്ലാസ് വരെ കൂടെ പഠിച്ചൊരു വ്യക്തിയായിരുന്നു. പിന്നെ നമ്മൾ കല്യാണോ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ യാതൊരു പരിചയമോ കാര്യങ്ങളോ ഒന്നുമില്ല. എപ്പോഴെങ്കിലും കാണുമ്പോൾ ഒന്ന് സംസാരിക്കും. അവിടെ വെച്ചിട്ട് നമ്പർ എങ്ങനെ ആയാലും എൻ്റെ നമ്പറും അവരെ നമ്പറും ഒന്ന് സേവ് ആയ കാരണം കൊണ്ട് മുനീറ മേഡം ഇങ്ങനെ ഈ ഐഗ്ലോന്റെ ഒരു ജസ്റ്റ് ഒരു ഇതിട്ടിരുന്നു, നമ്മളെ സ്റ്റാറ്റസ് ഇട്ടിരുന്നു. അപ്പൊ ഞാൻ വെറുതെ ചോദിച്ചതാണ് മുനീറ മാഡത്തിനോട് എനിക്ക് സംസാരിക്കാനും വേണ്ടിയിട്ട് അവളെ കാര്യങ്ങൾ വിശേഷങ്ങൾ അറിയാനും വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഞാൻ അങ്ങോട്ട് ചോദിച്ചു. മുനീറ മാഡം ഇപ്പൊ മുനീറ മാഡാണ്, അന്ന് ഞാൻ മുനീർ അങ്ങനെയാണ് വിളിക്കാറുള്ളത്. അങ്ങനെ നമ്മൾ ഫ്രണ്ട്ഷിപ്പ് അങ്ങനെയാണല്ലോ. ഇതെന്താ സംഭവം, ഇങ്ങനെ ഡെയിലി ഇങ്ങനെ സ്റ്റാറ്റസ് ഇടാറുണ്ടല്ലോ, ആ സ്റ്റാറ്റസ് ഇടാറുണ്ടല്ലോ എന്നുള്ളൊരു ഒറ്റ ചോദ്യമേ ഉള്ളൂ. പിറ്റേന്ന് രാവിലെ ഷിഹാബ് സാറും മുനീറ മേഡും എൻ്റെ വീട്ടിൽ വന്നതേ ഓർമ്മയുള്ളൂ. ആ അന്ന് മുതൽ വന്ന ഓർമ്മ കൊണ്ട് ഇന്ന് ഇവിടെ ഇരിക്കുന്നുണ്ട്. അത്രേ ഉണ്ടായിട്ടുള്ളൂ, വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. ഒറ്റ ചോദ്യം ചോദിച്ച് മുനീറ മേഡം ഷിഹാബ് സാറും വീട്ടിൽ വന്നു. പിന്നെ എന്താ കാര്യങ്ങൾ നടക്കണമെന്ന് പതിയെ പറഞ്ഞുതരാം. അത്രയാണ്. അങ്ങനെ ഞാൻ ഇവിടെ ബിസിനസ്സിലോട്ട് കയറി വന്നത്. ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞുതരാം. ഞാൻ ഒരു ഫാമിലിയിൽ ജനിച്ചതാണ്. മുനീറ മേഡം വിചാരിച്ചത് എന്തായിരിക്കും, ഇവക്ക് ക്യാഷിന്റെ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല, ഞാൻ അങ്ങനത്തെ ഒരു സാധാരണ ഒരു ഫാമിലി ജനിച്ചതുകൊണ്ട് എനിക്ക് കല്യാണം കഴിച്ച ഫാമിലി അങ്ങനെ ഒരു ഫാമിലിയാണ്. അപ്പോൾ ക്യാഷിന്റെ ആവശ്യമില്ല, ബിസിനസിന്റെ ആവശ്യമില്ല, അങ്ങനത്തെ ഒരു മൈൻഡാണ്. പക്ഷെ ഞാൻ വിചാരിച്ചത് എന്നെ കൊണ്ട് ഈ മുനീറ മേഡത്തിന് എന്തെങ്കിലും ഒരു 10 രൂപ എന്തെങ്കിലും കിട്ടിക്കോട്ടെ. അവൾ എന്നോട് എൻ്റെ വീട്ടിൽ വന്നു, ഇത്രയും നേരം അവൾ സംസാരിച്ചു, എന്നെ കൊണ്ട് അവൾക്ക് എന്തെങ്കിലും കിട്ടിക്കോട്ടെ എന്നുള്ള ഒറ്റ
ഒരൊറ്റ തോട്ടേ എനിക്ക് ഉണ്ടായിട്ടുള്ളൂ. അല്ലാതെ വേറെ ഒന്നിനു വേണ്ടി വന്നതല്ല, ബിസിനസ്സിന് വന്നതല്ല, ക്യാഷ് ഉണ്ടാക്കാൻ വന്നതല്ല, അങ്ങനെ ഒന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. എന്നെ കൊണ്ട് അവൾക്ക് എന്തെങ്കിലും കിട്ടിക്കോട്ടെ. ആ കുട്ടി രാവിലെ എൻ്റെ അടുത്ത് വന്നു, ഷിയാബ് സാർ വന്ന് കുറേ സംസാരിച്ചു. അതൊന്നും എൻ്റെ മൈൻഡിൽ കയറിയില്ല. പല യാതി സംസാരങ്ങൾ സംസാരിച്ചു. പക്ഷെ എൻ്റെ മൈൻഡ് അങ്ങനത്തെ ഒരു മൈൻഡ് അല്ലായിരുന്നു. അവർ വന്ന സമയത്തും അങ്ങനെയായിരുന്നു. ഞാൻ നമ്മള് കല്യാണം കഴിഞ്ഞതിന് ശേഷം വേറൊരു ഫാമിലിയിൽ താമസിക്കുമ്പോൾ അതിൻ്റെതായ റെസ്പെക്റ്റോട് കൂടിയിട്ടും അതിൻ്റെതായ ആ 4 ചുമരിന്റെ ഉള്ളിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഹസ്ബൻഡിന്റെ വീട്ടിലായിട്ടായിരുന്നു അവർ വന്നതും. അപ്പൊ ഒരുപാട് പരിമിതിന്റെ ഉള്ളിൽ നിന്നിട്ടാണ് ഞാൻ ഈ ബിസിനസിന്റെ ആ ജേണിയിലോട്ട് കയറി വരുന്നത്. യെസ്. ഓക്കെ, ഒരു ഫ്രണ്ട് വിളിച്ചു, ഫ്രണ്ട് പറഞ്ഞു ആ ഫ്രണ്ടിനോടുള്ള ആ ഒരു കമ്മിറ്റ്മെന്റ് ഞാൻ കാരണം ആ ഫ്രണ്ടിന് എന്തെങ്കിലും ഉപകാരം ലഭിക്കുകയാണെങ്കിൽ ലഭിച്ചോട്ടെ എന്നുള്ള രീതിയിൽ ബിസിനസ്സിലേക്ക് കയറി വന്നു. ഓക്കെ, അങ്ങനെ ബിസിനസ് ജേണി സ്റ്റാർട്ട് ചെയ്തു. ഈ ബിസിനസ് ജേണിയിൽ മാഡത്തിന് എന്തെങ്കിലും സ്ട്രഗ്ലിങ്, അതിനുശേഷം സ്ട്രഗ്ലിംഗ് ആയിട്ട് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? പ്രയാസങ്ങള് പ്രത്യേകിച്ച് ഞാനൊരു ലേഡി ആയതുകൊണ്ട് പ്രയാസങ്ങൾ, പ്രത്യേകിച്ച് നെഗറ്റീവ് നിങ്ങൾക്ക് കിട്ടിയോ എന്നാൽ നിങ്ങൾക്ക് ബിസിനസ്സിൽ പിടിച്ചു നിൽക്കാൻ പറ്റും. നെഗറ്റീവ് ഒരുപാട് ആളുകളുടെ ഇടയിൽ നിന്ന് നമുക്ക് നെഗറ്റീവ് കിട്ടാത്ത ആളുകളാണ് ബിസിനസ്സിൽ നിൽക്കാത്ത ആളുകൾ എന്ന് ഞാൻ വിചാരിക്കുന്നത്. എൻ്റെ ഈ 3-3.5 വർഷത്തെ ജേണിയിൽ പറയാനുള്ളത്, നെഗറ്റീവ് എത്രത്തോളം നെഗറ്റീവ് നമുക്ക് കിട്ടുന്നുണ്ടോ എന്നാൽ നമുക്ക് ബിസിനസ് നല്ല രീതിയിൽ നമുക്ക് ഫാസ്റ്റായിട്ട് കൊണ്ടുപോകാൻ പറ്റും. അല്ലാത്ത ആളുകൾ പതിയെ നെഗറ്റീവ് കിട്ടാത്ത ആളുകളാണ് പതിയെ ബിസിനസ് നിർത്തിപ്പോവുക. അത് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. നെഗറ്റീവിന്റെ കൂമ്പാരം എനിക്ക് കിട്ടിയിട്ടുള്ളൂ. പ്രത്യേകിച്ച് ഞാനൊരു വാർഡ് മെമ്പർ ആയിരുന്നു. ആ സമയത്ത് ഞാൻ 2000 ഇന്നും ഇന്നലെ നിന്ന മെമ്പർ അല്ല, 2010 to 2015 ആ 2010 എൻ്റെ വയസ്സ് 22ാമത്തെ വയസ്സിൽ ഞാൻ പഞ്ചായത്ത് മെമ്പറായി. 2015 ആ ടേം കഴിഞ്ഞത്. വീണ്ടും എന്നെ ആ ഇതിലോട്ട് ഇട്ട സമയത്ത് ഞാൻ അതിനോട് പൊരുത്തപ്പെട്ട് പോകാനുള്ള സാഹചര്യം എനിക്ക് ഉണ്ടായിട്ടില്ല. ചെറിയ ഒരു 5 വയസ്സായ ഒരു കുട്ടീനെ വെച്ചിട്ടാണ് ഞാൻ മെമ്പർ ആയിരിക്കുന്നത്. അപ്പൊ എൻ്റെ ഹസ്ബൻഡിന്റെ ഉമ്മ അതിനോട് അനുബന്ധിച്ച് നമ്മൾ ടേം കഴിഞ്ഞതിന് ശേഷം മരണപ്പെടുകയും വീട്ടിലെ ആളില്ലാത്ത സാഹചര്യം കൊണ്ട് ഞാൻ പിന്മാറുകയും വീണ്ടും എന്താ വെച്ചാൽ നിന്ന ആളുകൾക്കും ഇവിടുത്തെ കാര്യങ്ങളും ഞാൻ പ്രത്യേകിച്ച് എന്താ വെച്ചാൽ എൻ്റെ ഫാദറും ഹസ്ബൻഡിന്റെ ഫാദറും നാട്ടിൽ എല്ലാവർക്കും ഒരു വേണ്ടപ്പെട്ട ഒരാളായതുകൊണ്ട് തന്നെ എന്നെ നന്നായിട്ട് അവർക്ക് അറിയാം. ഇന്ന ആളെ മകളുമാണ്, ഇന്ന ആള് മരുമകളും ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും നാട്ടിലുള്ള അത്യാവശ്യം ഒരു എന്താ വെച്ചാൽ പള്ളിയിലെ മദ്രസയിലേക്ക് ഒരു പ്രസിഡന്റ്, സെക്രട്ടറിക്ക് സ്ഥാനം വഹിക്കുന്ന 2 ഫാദർമാർ, അങ്ങനെയുള്ള ഒരു ഫാമിലിയിൽപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ. മോളുമാണ് മരുമകളുമാണ്. അപ്പൊ എന്തുകൊണ്ടും എനിക്ക് വീണ്ടും അവിടെ സ്കോപ്പ് ഉണ്ടായിട്ട് എൻ്റെ വീട്ടിൽ മീൻസ് എൻ്റെ മക്കളെ കെയർ ചെയ്യാൻ ഞാൻ ഇവിടുന്ന് പുറത്തിറങ്ങി പോകുമ്പോൾ ഈ ബിസിനസ്സിൽ വന്നപ്പോഴാണ് കൂടുതലും പ്രശ്നങ്ങൾ വന്നത്. പുറത്ത് പോകാൻ പറ്റാത്ത സാഹചര്യം. പക്ഷെ മെമ്പർ ആയിരിക്കുന്ന സമയത്ത് ഏത് 12 മണിക്കും 2 മണിക്ക് പോണേനും ഒരു പ്രശ്നമില്ലായിരുന്നു. എൻ്റെ പ്രായം നോക്കണം. അന്നത്തെ പ്രായം ഞാൻ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ ബിസിനസ്സിലോട്ട് വന്നപ്പോൾ നമ്മൾ 4 ചുമരിനുള്ളിൽ ഒതുങ്ങേണ്ട അവളായിപ്പോയി. പക്ഷെ ഇത് കെട്ടങ്ങ് പൊട്ടിച്ചു. ഞാൻ പൊട്ടിച്ചതിന് ശേഷമാണ് ഞാൻ ഈ ബിസിനസ് നമ്മളായിട്ട് ഈ കെട്ടങ്ങോട്ട് പൊട്ടിച്ചിടണം. അല്ലാതെ അതിങ്ങനെ ഉള്ളിൽ നിൽക്കല്ല. നമ്മളായിട്ട് പൊട്ടിച്ചിട്ടാൽ ഈ ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകും. നെഗറ്റീവ് കിട്ടിയെന്ന് വെച്ചാൽ ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെയുള്ള ഒരു വ്യക്തി, ഞാനൊരു വാർഡ് മെമ്പർ ആയിരുന്ന സമയത്ത് അവിടെ ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു. എല്ലാവരും ശ്രദ്ധിച്ചോളി, നമ്മുടെ മുൻ വാർഡ് മെമ്പർ ആളെ പിടിക്കാൻ വന്നിട്ട്, ആളെ പറ്റിക്കാൻ വന്നിട്ടുണ്ട് എന്നുള്ള ഒരു മെസ്സേജ് ഫേസ്ബുക്കിൽ വന്നപ്പോഴുള്ള ആ ഒരു മാനസിക പ്രയാസം ഉണ്ടല്ലോ. എല്ലാവരും ഒന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോളി. നിങ്ങളെ നാട്ടിലുള്ള ഒരു വ്യക്തി ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് ആളെ പിടിക്കാൻ വന്നിട്ടുണ്ട്, ആളെ പറ്റിക്കാൻ വന്നിട്ടുണ്ട്, എല്ലാവരും ജാഗ്രത പാലിക്കുക എന്നിട്ടുള്ള ഫേസ്ബുക്കിന്റെ പോസ്റ്റ് ഇടാണ്ട് ഇട്ടപ്പോഴുണ്ടല്ലോ അതിന്റെ ഒരു സുഖം, വല്ലാത്തൊരു സുഖം. നമ്മളെ പരിപാടി അതാണെന്നല്ല പിന്നെ നമുക്ക് മനസ്സിലായല്ലോ. നമ്മളാളെ പിടിക്കുന്ന പരിപാടിയാണല്ലോ, നമ്മളാളെ കൂട്ടുന്ന പരിപാടിയാണല്ലോ. അതിലാണ്ട് പിടിച്ചു നിന്നു ഞാൻ. ഇനി ഇതിന്ന് രക്ഷപ്പെട്ടിട്ട് ഇതിന്ന് കഴിച്ചിലായിട്ട് ആളുകളെ മുന്നിൽ ഞാൻ നിവർന്ന് നിൽക്കണം എന്നുണ്ടെങ്കിൽ ഈ പരിപാടി ചെയ്തിട്ടേ ബാക്കി കാര്യമുള്ളൂ. അങ്ങനെ ചെയ്ത ബിസിനസ്സാണ് ഇത്. യെസ്, നാട്ടിലുള്ള ആളുകൾ തന്നെയാണ് എൻ്റെ കൂട്ടത്തില്. ഒട്ടുമിക്ക ആളുകളും എൻ്റെ നാട്ടിലുള്ള ആളുകളാണ്. എൻ്റെ ലെഫ്റ്റ് ഓർഗനൈസേഷനും റൈറ്റ് ഓർഗനൈസേഷനും. യെസ്. ഇനി എവിടുന്ന് എനിക്ക് നെഗറ്റീവ് കിട്ടുള്ളത് ഞാൻ ചോദിക്കട്ടെ. എൻ്റെ നാട്ടിൽ നിന്ന് നെഗറ്റീവ് കിട്ടി. അതുപോലെ തന്നെ ഫാമിലിയിൽ മീൻസ് എൻ്റെ ഫാമിലി ഓക്കെ, പക്ഷെ ഹസ്ബൻഡിന്റെ ഫാമിലിയിലും നമ്മളിങ്ങനെ ഹസ്ബൻഡിന്റെ ഫാമിലി മൊത്തം എഞ്ചിനീയർമാര്, അതുപോലെ തന്നെ ടീച്ചേഴ്സ്, വില്ലേജ് ഓഫീസ്, അങ്ങനത്തെ ഒരു എഡ്യൂക്കേഷൻ ഒരു ഫാമിലിയാണ്.
അങ്ങനെയുള്ളൊരു ഞാനൊരു 10ാം ക്ലാസ് യോഗ്യത ഉള്ള ഒരാള് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പം ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട്. എന്താ വെച്ചാൽ നമുക്ക് വീടിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല, ഒന്നും എഡ്യൂക്കേഷൻ ഇല്ലാത്ത ഒരു ഞാനാണ്. എന്താ വെച്ചാല് നേരത്തെ എന്നെ കല്യാണം കഴിച്ചു, പിന്നെ കുട്ടികളും മക്കളൊക്കെ ആയപ്പോൾ നമുക്ക് പഠിക്കാനുള്ള സാഹചര്യം നമുക്ക് കിട്ടാത്തത് കൊണ്ടും അങ്ങനെ ഒരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ടും ഞാൻ അവിടെ ഈ 4 ചുമരിന്റെ ഉള്ളിൽ ഒതുങ്ങിക്കൂടി. യെസ്, ബാക്കി ചോദിച്ചോളൂ. ഓക്കെ, അപ്പോ ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ട് ഫ്രണ്ടിനെ വിശ്വസിച്ച് അവർക്ക് ഒരു ഹെൽപ്പ് ആവട്ടെ എന്നുള്ള രീതിയിൽ ബിസിനസ്സിൽ വന്ന് ഒരുപാട് നെഗറ്റീവുകളൊക്കെ കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ മാഡം പറഞ്ഞു. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം, മാഡം ഇങ്ങനെയാണെങ്കിൽ ഈ ഒരു ബിസിനസ്സിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ, അതായത് ഈ ബിസിനസ് എനിക്ക് എന്റെ ജീവിതത്തിൽ വേണ്ടതാണ്, ഇതിൽ നിന്ന് ഞാൻ ഒരിക്കലും പിന്മാറില്ല എന്നൊരു തീരുമാനം എടുക്കാനുണ്ടായ ഏതെങ്കിലും ഒരു സാഹചര്യം ഉണ്ടായിരുന്നോ? അത് എപ്പോഴും എനിക്ക് റെസ്പെക്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ എന്താ വെച്ചാല് എന്നെ ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞ മുനീറ മാഡം, അതിലുപരിയായിട്ട് പറയാൻ എൻ്റെ അപ്ലൈന്, എനിക്ക് അപ്ലൈൻ ആയിട്ടുള്ള മുനീറ മാഡം ആയിക്കോട്ടെ, ഷിയാബ് സാറ്, ബഷീർ സാറ്, മിഥില സാർ, ആഷിഖ് സാർ അടക്കമുള്ള ലീഡേഴ്സ് എന്നെ നല്ല രീതിയിൽ കെയർ ചെയ്തു. എൻ്റെ തുടക്കം ഞാൻ എപ്പോഴും ഞാൻ സാറോടായിക്കോട്ടെ, രാജേഷ് സാറോടായിക്കോട്ടെ, എല്ലാ ലീഡേഴ്സിനോടും എനിക്ക് പറയാനുള്ള ഒരു കാര്യമുള്ളൂ. എൻ്റെ തുടക്കം ഞാൻ ഒരു സ്റ്റാർ റാങ്ക്, ഇപ്പൊ ഇവിടെയുള്ള ഓരോ വ്യക്തിയും ശ്രദ്ധിക്കണം, നമ്മളെ സ്റ്റാർ ആകുമ്പോൾ നമ്മളെ കേരളത്തിന് മാത്രം അതുപോലെ തെലുങ്കാനയ്ക്കും മാത്രം കിട്ടാത്ത ഒരു സാധനമാണ് എനിക്ക് അന്ന് കിട്ടിയിട്ടുള്ളത്. ഞാൻ ഇതിൽ പിടിച്ചു നിൽക്കാനുള്ള ഒരൊറ്റ കാരണം ആഷിഖ് സാറും മിഥില സാറ് എന്നെ ലോക്ക് ഇട്ടത് എങ്ങനെയാന്ന് വെച്ചാൽ PCM ക്ലബ്ബ് മെമ്പർ ആക്കി എന്നെ. എന്താ വെച്ചാല് മിഥില സാറും ചിലപ്പോൾ ആഷിഖ് സാറും ബഷീർ സാറിനും ഷിയാബ് സാറിനും തോന്നിയിട്ടുണ്ട്, ഇയാളെ ഇവിടെ ലോക്ക് ഇട്ടാൽ മാത്രമേ ഇയാൾ ഇവിടെ പിടിച്ചു നിൽക്കുള്ളൂ എന്നുള്ള തോട്ട് അവർക്ക് ഉണ്ടായിട്ടുണ്ടാവും, പക്ഷെ എനിക്കുണ്ടായിട്ടില്ല. പക്ഷെ അവർക്ക് ആ മുൻകൂട്ടി ധാരണ ഉള്ളത് കൊണ്ട് തന്നെ എന്നെ ഒരു സ്റ്റാർ റാങ്ക് വെച്ചാൽ ലെഫ്റ്റിലൊരാള് റൈറ്റിലൊരാള് വന്നിട്ടുള്ള ഇന്ന് ഉള്ള സ്റ്റാർ പോലെ തന്നെയാണ് അന്നുള്ള സ്റ്റാറും. ആ സ്റ്റാർ റാങ്കിൽ എന്നെ PCM ക്ലബ്ബ് മെമ്പർ ആക്കിയത് കൊണ്ട് മാത്രം ഇവിടെ നിന്നു. ആ സ്റ്റാർ റാങ്ക് അച്ചീവ് ചെയ്തതിന് ശേഷം എന്നെ സ്റ്റാർ 250 എന്ന ആ പൊസിഷനിലോട്ട് എത്തിയപ്പോൾ ഒരു RTP എന്ന ട്രെയിനിങ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്തത് കൊണ്ട് മാത്രമാണ് RTP പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാത്ത ഒരു വ്യക്തിയും ബിസിനസ്സിൽ നിൽക്കൂല. എന്റെ വിശ്വാസം അതാണ്. RTP പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്തോ എന്നാ ബിസിനസ് സീരിയസ് ആയിട്ട് അവർ ചെയ്യും. ഞാൻ പോയത് വെരി ഡേഞ്ചർ വെച്ചാൽ ഞാൻ വീട്ടിൽ ബിസിനസ് ചെയ്യുന്നത് അറിയില്ല. ഞാൻ ബിസിനസ് ചെയ്തത് എൻ്റെ ഹസ്ബൻഡ് അറിയും, എൻ്റെ 2 മക്കൾ അറിയും, അല്ലാതെ ഹസ്ബൻഡിന്റെ ഉപ്പ ഈ ബിസിനസ് ചെയ്യണ അറിയില്ല. എന്താ വെച്ചാൽ ഇവർ ഇങ്ങനത്തെ ഒരു ആൾക്കാരാണ്, മീൻസ് അവരെ പറഞ്ഞാൽ അവർ നാട്ടിലെ വരെ ഇങ്ങനത്തെ ഒരാളായതുകൊണ്ട് ഇവരിങ്ങനെ വീടാന്തോറും ഞാൻ അങ്ങനെ ചെയ്യുന്ന ബിസിനസ് ആണോ എന്നുള്ള തോട്ട് അവർക്ക് ഉള്ളതുകൊണ്ടും വീട്ടിൽ എപ്പോഴും ഇങ്ങനെ ആളുകൾ പുറമേന്ന് എപ്പോഴും ഓരോ പ്രശ്നങ്ങളും പരിഹാരങ്ങളും പറഞ്ഞ് വീട്ടിൽ വരുന്ന സാഹചര്യം, വീട്ടിൽ വേറൊരാളില്ല, ആരൊരാൾ കോളിംഗ് ബെല്ല് അടിച്ചാലും ഞാൻ പോയാണ്ട് ആ വാതിൽ തുറന്ന് ഇവർ കെയർ ചെയ്യണം. അപ്പൊ ഞാൻ ഇതിങ്ങനെ പറഞ്ഞ് പുറത്തേക്ക് പോകുമ്പോൾ ഇപ്പാനെ നോക്കാനോ ആരും ഇല്ലാത്തത് കൊണ്ട് ഇവർക്ക് എന്നെ ഹസ്ബൻഡിന്റെ ഫാമിലിയിൽ നിന്ന് ഇങ്ങനെ ഒരു പിടുത്തം വന്നു. പക്ഷെ ഞാൻ എന്ത് ചെയ്തെച്ചാൽ ഈ പിടുത്തം ഞാൻ എൻ്റെ വീട്ടിലേക്ക് ശ്രദ്ധിക്കണം. ഇവിടെ ഉള്ള ലേഡീസിനോടാണ് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ RTP നിങ്ങൾ പ്രോഗ്രാമിൽ ഞാൻ പോയത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ എൻ്റെ വീട്ടിലേക്ക് കള്ളത്തരം പറഞ്ഞിട്ടാണ് ഞാൻ പോയത്. ഹസ്ബൻഡിനോട് ഞാൻ സത്യം പറഞ്ഞു, മക്കളോട് ഞാൻ സത്യം പറഞ്ഞു, എൻ്റെ ഫാദർ എൻ്റെ ഉമ്മയോട് ഞാൻ സത്യം പറഞ്ഞു. പറയേണ്ട ആളുകളോട് നിങ്ങൾ സത്യം പറഞ്ഞിട്ട് നിങ്ങൾ പോവുക, നമുക്ക് ഇതിൽ കൂടി വിജയിക്കണം. ഞാൻ എന്ത് ചെയ്തു, എൻ്റെ വീട്ടിലേക്ക് ഞാൻ 2-3 ദിവസത്തിൽ സാധാരണ നമ്മളെ വീട്ടിൽ നിന്ന് 2-3 ദിവസത്തിൽ ഒന്ന് നിൽക്കാൻ പോവുമല്ലോ, അങ്ങനെ എൻ്റെ വീട്ടിലേക്ക് ഞാൻ നിൽക്കാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് ബാഗ് കാര്യങ്ങളൊക്കെ എടുത്ത് എൻ്റെ വീട്ടിലേക്ക് പോയി. എൻ്റെ വീട്ടിലോട്ട് മുനീറ മാഡം വന്ന് മുനീറ മാഡത്തിനെയും കൂട്ടിയിട്ടാണ് ഞാൻ RTP പോണത്. ഞാൻ എവിടേക്കാ പോയത്, ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക് ഞാൻ 3 ദിവസത്തിന് വിരുന്ന് പോവാന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് പോയി. അവിടുന്ന് ഇങ്ങനെയാണ് ഞാൻ RTPക്ക് പോയത്. RTP പോയി അവിടുന്ന് നമ്മുടെ സാറ്, രാജേഷ് കുമാർ സാറൊക്കെ ആ ജേണി കേട്ടപ്പോൾ അന്ന് തൊട്ട് തുടങ്ങിയ ബിസിനസ് ഇന്ന് ഈ ലെവലിലോട്ട് എത്തി. അല്ലാത്ത ഒരു കുട്ടിയും RTP പ്രോഗ്രാം അറ്റൻഡ് ചെയ്തിട്ടില്ലേ, നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾക്ക് ഇതിലൂടെ വിജയിക്കാൻ പറ്റൂല എന്നുള്ള എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറയുന്നു. യെസ്, അന്ന് തൊട്ട് തുടങ്ങിയ ബിസിനസ്സാണ് ഇത്. എൻ്റെ ബിസിനസ് മീൻസ് ഇത് എൻ്റെയും എൻ്റെ ഫാമിലിക്കും എൻ്റെ മക്കളെ എനിക്ക് ഒരു നിലയിൽ എത്തിക്കണം. എൻ്റെ ഫാമിലിന്റെ മുന്നിലായിക്കോട്ടെ, എൻ്റെ നാട്ടുകാരുടെ മുന്നിലായിക്കോട്ടെ, അവരുടെ മുന്നിൽ വിജയിച്ച് കാണിച്ചു കൊടുക്കണമുള്ള ഒരു ത്വരണ്ടല്ലോ, ആ RTP കിട്ടിയതാണ്. യെസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മാഡം ഈ കാലയളവിൽ ഇത്രയും കാലത്തിന്റെ ഇടയ്ക്ക് ഈ ഒരു ജേണിയിൽ മാഡത്തിന് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയ നിമിഷം എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? ഒരുപാട് സന്തോഷം നേടിയ നിമിഷങ്ങളുണ്ട്. മീൻസ് എൻ്റെ ഫാമിലി ഞാൻ പറഞ്ഞുതരാം,
വണ്ടി കാര്യങ്ങളും എല്ലാം എൻ്റെ ഫാദർ ആയിക്കോട്ടെ ഒക്കെ ചെറുപ്പത്തിലെ തന്നെ ഞാൻ അതൊക്കെ കണ്ട് ജീവിച്ച ആൾ തന്നെയാണ്. എൻ്റെ അനിയന്മാരായിക്കോട്ടെ, അനിയന് ജ്യേഷ്ഠന്, അനിയനും ഒരു ജ്യേഷ്ഠനും അനിയത്തിയുമാണ്. അനിയത്തി കഴിഞ്ഞ ടൈമിലും വാർഡ് മെമ്പർ ആയിരുന്നു. അപ്പൊ ഇവരൊക്കെ ഞാനൊക്കെ ജനിച്ചപ്പോഴേ തന്നെ അങ്ങനത്തെ ഒരു ഫാമിലിയിൽ നിന്ന് ജനിച്ചു എന്ന് വെച്ചാല് വണ്ടി കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടതാണ്. പക്ഷെ ഹസ്ബൻഡിന്റെ ഫാമിലി എന്ന് വെച്ചാല് ഒരു കൃഷിയുമായി ബന്ധപ്പെട്ട് അങ്ങനെ ആ കൃഷി മേഖലയിലും ബന്ധപ്പെട്ടതുകൊണ്ട് അവർക്ക് വണ്ടി കാര്യങ്ങൾ എന്ന് വെച്ചാല് ഉപ്പാക്ക് അങ്ങനെ കാര്യങ്ങൾ എന്താ വെച്ചാല് അങ്ങനെ ഒരു മടിയാണ്. മടി മീൻസ് എന്തെങ്കിലും ആയി പോകുമോ എന്നുള്ള ഒരു പ്രശ്നം കൊണ്ടായിരിക്കാം, എന്താ അറിഞ്ഞൂടാ. അത് ഇനി മനസ്സിലാവണവർക്ക് മനസ്സിലായിക്കോളും. കുറച്ച് അങ്ങനെയുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ ഞാൻ ഈ ബിസിനസ്സിലൂടെ ബൈക്ക് ഞാൻ ഫസ്റ്റ് ജേണി എന്താ വെച്ചാൽ ബിസിനസ് സ്റ്റാർട്ട് 250 ആയ ഉടനെ തന്നെ ഷിയാബ് സാറും അതുപോലെ തന്നെ നമ്മളെ ബഷീർ സാറും മിഥില സാറൊക്കെ പറയും ഒരു ഫോൺ വേണം. നമ്മളെ ഫോണൊക്കെ അവർ കണ്ടിട്ടുണ്ടാവുമല്ലോ. നമ്മൾ RTPക്ക് പോയപ്പോൾ ചിലന്തി വിലയുള്ള ഫോണായിരിക്കാം നമുക്ക് RTP പോയപ്പോൾ. പക്ഷെ ഞാൻ RTP പോയി വന്നതിന് ശേഷം ഞാൻ ഏകദേശം അന്നത്തെ കാലം എനിക്ക് തോന്നുന്നുണ്ട് 26,000 രൂപയുടെ വില വരുന്ന എൻ്റെ തുടക്കം ഞാൻ പറയുന്നത് RTP പോയതിന് ശേഷം ഞാനൊരു ഫോൺ സ്വന്തമാക്കി ഫസ്റ്റ് ജേണി. പിന്നെ അതിന് ശേഷം ഞാനൊരു സ്റ്റാർ 500 ആയപ്പോൾ ഓൾറെഡി എൻ്റെ കയ്യിൽ ഒരു ആക്റ്റീവ ഉണ്ടായിരുന്നു. ഞാൻ മെമ്പർ ആയിരിക്കുന്ന സമയത്തായിരുന്നു ആക്റ്റീവ. അത് അത്രക്കും ഇത്രയും കാലം ഓടി പയഞ്ചനായിട്ടുണ്ടാവുമല്ലോ. പക്ഷെ വീട്ടിൽ ഒരു വണ്ടി മാത്രമേ ഉള്ളൂ. ആ ഒരു വണ്ടി ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ഞാനും ഓടേണ്ടി വരും, ഹസ്ബൻഡും ഓടേണ്ടി വരും. അപ്പൊ എൻ്റെ ആവശ്യത്തിന് എനിക്ക് വണ്ടി കിട്ടില്ല. അങ്ങനെ ഞാൻ 500 ആയിരിക്കുന്ന സമയത്ത് ഞാൻ ഏകദേശം 1,22,500 രൂപ വരുന്ന ഒരു ആക്റ്റീവ വണ്ടി ഞാൻ 500 ആയിരിക്കുന്ന സമയത്ത് ഞാൻ സ്വന്തമാക്കി. എന്താ വെച്ചാൽ ഹസ്ബൻഡിന് പോണ സമയത്ത് എനിക്ക് പോകാൻ പറ്റൂല. അപ്പൊ എനിക്ക് VOP ഇങ്ങനെ കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു വണ്ടി സ്വന്തമാക്കി. പിന്നെ ഞാനൊരു റൂബി റാങ്ക് ആ സമയത്താ തോന്നുന്നുണ്ട് ഫാമിലിയിൽ എന്താന്ന് വെച്ചാൽ നമ്മൾ എത്ര കോടി വണ്ടി എടുത്താലും എൻ്റെ ഫാമിലിയിൽ ഹസ്ബൻഡിന്റെ ഫാമിലി ആയിക്കോട്ടെ എൻ്റെ ഫാമിലി എത്ര വലിയ വണ്ടി എടുത്താലും ഞാൻ എടുത്തതാണെന്നുള്ള ഒരു പ്രശംസ എനിക്ക് കിട്ടില്ല, പുറത്ത് കിട്ടില്ല. പക്ഷെ എൻ്റെ വീടിന്റെ ഉള്ളിൽ എനിക്ക് കിട്ടും. വീടിന്റെ വെച്ചാൽ എൻ്റെ 2 ഫാമിലിന്റെ ഉള്ളിലും എനിക്ക് കിട്ടും. പക്ഷെ നാട്ടുകാരുടെ ഇടയിൽ എനിക്ക് എങ്ങനെ പബ്ലിസിറ്റി ചെയ്യാനും പറ്റില്ല. എന്താ വെച്ചാൽ അവർക്ക് അത് എടുക്കാൻ പറ്റും. അവരുടെ എൻ്റെ ഫാദറിന്റെ ഹസ്ബൻഡിന്റെ ഫാദറിനെയും എടുത്തു പറയും, എന്താ അവർക്ക് എന്താ 3 രൂപയുടെ വണ്ടി എടുത്തുകൂടെ, എന്താ അതിന് പ്രശ്നം, ഇയാൾക്ക് എന്തെങ്കിലും കൊടുത്താണ്ടെങ്കിലും ഒരു മാസത്തെ ഒരു തേങ്ങ വിറ്റാണ്ടെങ്കിലും ഇവർക്ക് വണ്ടി എടുത്തുകൂടെ എന്നുള്ള ഒരു മനോഭാവമാണ് നാട്ടുകാരെ വിചാരം. പക്ഷെ നാട്ടുകാരല്ലല്ലോ നമുക്ക് ഇവിടെ പ്രശ്നം. നമുക്ക് വീട്ടുകാരെയാണ് ഏറ്റവും നമുക്ക് കെയർ ചെയ്ത് പോവേണ്ടത്. വീട്ടുകാർ എന്ന് വെച്ചാൽ നമ്മൾ ഹസ്ബൻഡിന്റെ ഫാമിലി ഒന്ന് രണ്ടാമത് എൻ്റെ ഫാമിലി, ഇവർ രണ്ടും മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. നാട്ടുകാരൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷെ ഇവരെ ചെയ്യാനും വേണ്ടിയിട്ട് ഞാൻ സ്വന്തമായിട്ട് എന്ത് ചെയ്തെന്ന് വെച്ചാൽ മിഥില സാറും ആഷിഖ് സാർ എപ്പോഴും പറയും ഫോർ വീലർ സ്വന്തമായിട്ടൊരു 4 വീലർ എടുക്കണം സ്വന്തമായിട്ട്. പക്ഷെ ഞാൻ 2008 2009 എങ്ങാനോ ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളാണ്. പക്ഷെ എനിക്ക് പേടിയായിരുന്നു. എന്താ വെച്ചാൽ ഇപ്പൊ എപ്പോഴും വണ്ടി എടുക്കും. ഞാൻ വണ്ടി എടുക്കുന്ന സമയത്ത് പറയും ആദ്യം തന്നെ വണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതെവിടെയെങ്കിലും പണിയെടുത്താൽ അതിനുള്ളൂടെ റെഡിയാക്കി തന്നോന്ന് പറയും. അപ്പൊ ഞാൻ പിന്നെ വല്ലാതെ അങ്ങനെ എപ്പോഴെങ്കിലും എടുത്ത് ഓട്ടാറുള്ളൂ. പക്ഷെ ഞാൻ സ്വന്തമായിട്ട് ഒരു വണ്ടി എടുക്കാൻ എൻ്റെ വീട്ടിൽ നിന്നുള്ള ഒരു അനുവാദം എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ സാധാരണ ഞാൻ ഒരു 7 ലക്ഷം രൂപ വരുന്ന ഒരു വണ്ടി എടുക്കാനൊക്കെ ആയിരുന്നു, ഓട്ടോമാറ്റിക് എടുക്കാനാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ ഞാനൊരു 17 ലക്ഷം രൂപ വരുന്ന ഹൈബ്രിഡിന്റെ ഒരു ഫ്രോൺസ് വാഹനം ഞാൻ സ്വന്തമാക്കി മീൻസിൽ എനിക്കത് എടുക്കണം. എനിക്ക് എന്താ വെച്ചാൽ ഇവകളെ കൊണ്ട് അത് ചെയ്യാൻ പറ്റും. എൻ്റെ ഫാമിലി, എൻ്റെ ഉപ്പ, എൻ്റെ അനിയന്, ജ്യേഷ്ഠന്, ഇവളെ കൊണ്ട് എന്തെങ്കിലും തലയിൽ വെച്ച് കൊടുത്താലാണ് ഈ ബിസിനസ് ഒന്നും കൂടി നമ്മൾ ലീഡേഴ്സിന്റെ അതേ ആ തോട്ട് എൻ്റെ പേരൻസിനും ഉണ്ടായി. എന്നാൽ ഇവൾ അതിനു വേണ്ടിയിട്ട് ഓടും. ഇവള് നമ്മൾ കാർ ഏതൊരാൾക്ക് എടുക്കാൻ പറ്റും. നമുക്ക് ആധാർ കാർഡ്, പാൻ കാർഡ്, കുറഞ്ഞധികം ക്യാഷ് കൊടുത്താൽ നമുക്ക് കാർ എടുക്കാൻ പറ്റും. പക്ഷെ ഈ കാർ എടുത്തോണ്ട് മാത്രം പറ്റൂലല്ലോ, ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. 22,447 രൂപ ഞാൻ മാസം EMI അടക്കാൻ ഒരു തോട്ട് എനിക്ക് കിട്ടിയത്. ഒന്ന് നമ്മളെ ലീഡേഴ്സ് പറഞ്ഞ സമയത്ത് അവരെന്താണോ ഓരോ സമയത്ത് പറഞ്ഞത് അത് പറഞ്ഞത് അനുസരിക്കുക എന്നാൽ നമുക്ക് ഇതിൽ പിടിച്ചു നിൽക്കാൻ പറ്റും. തീർച്ചയായിട്ടും മിഥില സാറും ആഷിഖ് സാറും അതുപോലത്തെ ബഷീർ സാറും പറഞ്ഞു വണ്ടി എടുക്കാൻ പറഞ്ഞു. വണ്ടി ഞാൻ എടുത്തു. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇങ്ങനെ വണ്ടി എടുത്തു. അത് ഞാൻ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തു വന്നു. പക്ഷെ ആ വണ്ടിയിലുള്ള ഒരു യാത്ര അതാണ് ഏറ്റവും എനിക്ക് എടുത്ത് പറയാനുള്ളത്. എൻ്റെ ഫാമിലി പോട്ടെ, എൻ്റെ ഹസ്ബൻഡിന്റെ ഫാമിലിയിൽ ആദ്യമായിട്ടാണ് എൻ്റെ വീട്ടിൽ ഒറ്റ മകനേ ഉള്ളൂ. ആ വീട്ടിലോട്ട് ഒരു വാഹനം വന്നു. അന്ന് ഫസ്റ്റ് വെള്ളിയാഴ്ച ഒന്ന് ശ്രദ്ധിക്കണം, ഹസ്ബൻഡിന്റെ ഫാദർ ഒരു ഡയാലിസിസ് പേഷ്യന്റും കൂടിയാണ്. ഇവരൊക്കെ ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഡയാലിസിസ് പേഷ്യന്റ് ആയിട്ടുള്ള ഒരു വ്യക്തി അന്ന് തൊട്ട് ആ വെള്ളിയാഴ്ച തൊട്ട് ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച വരെ ശ്രദ്ധിക്കണം,
ഇന്ന് വരെ പള്ളി കൊണ്ടുപോയിരുന്ന ആള് ഇന്ന് വരെ ഞാനാ. ഒന്ന് മനസ്സിലാക്കണം. ഞാൻ ആ വണ്ടിയിൽ കൊണ്ടുപോകുന്നുണ്ടല്ലോ, ആ പള്ളിന്റെ അടുത്ത് കൊണ്ടുപോയാണ്ട് നമ്മളെ ഇവിടെ അടുത്ത് തന്നെയാണ്, കുറച്ച് പോവാണ്ട്, പക്ഷെ ആൾക്ക് പോകാൻ പറ്റൂല, ബൈക്കിന് പോകാൻ പറ്റൂല. അപ്പൊ വെള്ളിയാഴ്ച ദിവസം ഞാൻ എവിടേക്ക് പോകണതും ഉച്ചേന്റെ മുന്നേ എവിടേക്ക് പോണതും ഹസ്ബൻഡിന്റെ ഉപ്പാക്ക് ഇഷ്ടമല്ല. എല്ലാത്ത സമയത്ത് ഞാൻ എവിടേക്ക് പോണതിനും ഒരു പ്രശ്നമില്ല. പക്ഷെ വെള്ളിയാഴ്ച ദിവസം ഞാൻ ഉച്ചയ്ക്ക് ശേഷം പോണതിന് പ്രശ്നമില്ല, ഉച്ച വരെ പോണത് ഭയങ്കര പ്രശ്നം, ഭയങ്കര കണ്ണു മുറക്ക് ഭയങ്കര സീന. പോവാൻ പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായത്, എനിക്ക് തോന്നി ഈ സംഭവം കൊണ്ടായിരിക്കാന്ന്. ഞാൻ എല്ലാ വെള്ളിയാഴ്ചയും ഞാൻ ഉപ്പാനെയും കൊണ്ട് പള്ളിയിൽ കൊണ്ടുപോയി വിടുന്നു. അതേ സമയത്ത് എന്നെ കഴിഞ്ഞതിന് ശേഷം എന്നെ വിളിക്കുന്നു, എടി കഴിഞ്ഞിക്കണ് ഇട്ടോ എന്നാണ്. അതല്ലാതെ ബഷീർ സാറ് നമുക്ക് എവിടുന്ന് കിട്ടും ഈ ഫീലിംഗ്? എത്ര കോടികളുള്ള ഒരു ഫാദർ ആയിക്കോട്ടെ, എത്ര ആളുകൾ ഉണ്ടായിക്കോട്ടെ, ഈ ഒരു ഫീലിംഗും അതാ നോക്കണം. സ്വന്തം മകളല്ല മരുമകളാണ് നോക്കുന്നത്. മരുമകൾ മീൻസ് ഇങ്ങനെ ആളുകളുടെ അതല്ല. ഞാനൊക്കെ ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോകുന്ന സമയത്തും അവിടെ ആ നാട്ടുകാരെ ഇടയിൽ നിന്നിട്ട് ആ ഗ്ലാസ് ഒന്ന് താത്തു. ഉപ്പ ഒന്ന് ആ ഗ്ലാസ് താത്തിയിട്ട് എല്ലാവർക്കും ഒന്ന് കൈയൊന്ന് കൊടുക്കും. അപ്പൊ എന്നോട് പറയും അവിടെ ഒന്ന് ചവിട്ടിട്ട് എനിക്ക് ഇവർക്കൊന്ന് സലാം കൊടുക്കണം കേട്ടോ. അതാണ് എനിക്ക് ഏറ്റവും എടുത്ത് പറയുന്നത്. എൻ്റെ ഹസ്ബൻഡിന്റെ ഉപ്പാക്ക് ഞാൻ കൊടുത്ത ആ ഒരു കാര്യം, ഇനി അതിന്റെ മരണം വരെ എനിക്ക് അവരെ കൊണ്ട് നടക്കാൻ കഴിയട്ടെ എന്ന് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താന്ന് എനിക്ക് പറയാനുള്ളൂ. യെസ്. കേൾക്കില്ലേ? ബഷീർ സാറെ വോയിസ്, ലബീബ് സാറെ വോയിസ് ഓക്കെ അല്ലേ? കേൾക്കുന്നില്ല? എന്റെ വോയിസ് കേൾക്കുന്നില്ല മാഡം? ഓക്കെ, ഇവിടെ കേൾക്കും. ഞാൻ ചോദിച്ചത് ഈ ഒരു ബിസിനസ് ജേണി ഈ ഒരു കാലയളവിൽ ഏൺ ചെയ്തിട്ടുള്ള ടോട്ടൽ പ്രോഫിറ്റ് അല്ലേ? യെസ്. പ്രോഫിറ്റ് 21,80,50,000 രൂപയാണ് ഈ 3.5 വർഷം കൊണ്ട് എൻ്റെ അക്കൗണ്ടിലോട്ട് വന്നത്. പക്ഷെ അതിലുപരിയായിട്ട് എനിക്ക് എടുത്തു പറയാനുള്ളത്, എൻ്റെ നാട്ടിലുള്ള മീൻസ് എൻ്റെ ചുറ്റുവട്ടത്തുള്ള ആളുകളിലേക്ക് ഈ അവസരം കൊടുത്തതിന്റെ പേരിൽ മാത്രമാണ് എൻ്റെ അക്കൗണ്ടിലോട്ട് വന്നത്. അപ്പൊ എൻ്റെ നാട്ടിലുള്ള ഒട്ടുമിക്ക ആളുകളും ഇപ്പൊ എനിക്ക് തോന്നുന്നുണ്ട് ഒരു 4-5 എൻ്റെ ലെഫ്റ്റിലെ റൈറ്റ് 4-5 റൂബികളൊക്കെ എൻ്റെ സറൗണ്ടിലുള്ള ആളുകളാണ്. അപ്പൊ എൻ്റെ ലബീബ് സാർ, ഇപ്പൊ ഞാൻ കൊണ്ടുവന്ന വ്യക്തിയാണ് ലബീബ് സാർ. അവരെ അക്കൗണ്ടിലോട്ട് ഒരു 16 ലക്ഷം രൂപ ഞാൻ വഴി എത്തിനെങ്കിൽ, അവരുടെ ഫാമിലിയോട്ട് എത്തിനെന്നുണ്ടെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത്, എന്നെക്കാട്ടിലും കൂടുതൽ ഞാൻ സന്തോഷിക്കുന്നത് എൻ്റെ വരുമാനത്തിലല്ല, എൻ്റെ കൂടെ വന്നിട്ടുള്ള ആളുകളിലേക്ക് വരുമാനം എത്തിച്ചു കൊടുക്കുക എന്നുള്ള ഒരു തോട്ടം എനിക്കുള്ളൂ. വേറെ ഒന്നും എനിക്കില്ല. പക്ഷെ എൻ്റെ കൂടെയുള്ള ആളുകളെ എന്നെ രക്ഷപ്പെടുത്തണം. ഞാൻ വാർഡ് മെമ്പർ ആയിരിക്കുന്ന സമയത്ത് അങ്ങനെ തന്നെ ആയിരുന്നു. എൻ്റെ നാട്ടിലുള്ള ആളുകൾക്ക് എന്തെങ്കിലും പഞ്ചായത്തിൽ നിന്ന് കിട്ടാമെന്നോ അത് എന്നെ കൊണ്ട് ചെയ്തു കൊടുക്കണം. അതേ ഒരു തോട്ടം എനിക്കുള്ളൂ. ഇപ്പോഴും ഞാൻ അതാ നോക്കണം. ആരെ കണ്ടാലും ഞാൻ സംസാരിക്കും, ആരെ കണ്ടാലും ഞാൻ നമ്പർ വാങ്ങും, ആരെ കണ്ടാലും ഞാൻ നമ്പർ സേവ് ആക്കും. എവിടുന്ന് കണ്ടാലും ആ ഒരു ബന്ധം പുലർത്തും. എന്താ വെച്ചാൽ എന്നെ കൊണ്ട് അവർക്ക് എന്തെങ്കിലും കിട്ടണം, അവരുടെ ഒരു പ്രാർത്ഥന. നമ്മള് വലിയതായതുകൊണ്ട് ഒരു കാര്യമില്ല, പക്ഷെ നമ്മളെ കൂടെയുള്ള ആളുകളെ നമ്മൾ വളർത്തുക. നമ്മളെപ്പോഴും അതാ ചിന്തിക്കുക. നമ്മളെ കൂടെയുള്ള ആളുകളെ എല്ലാ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കുക. അവർക്ക് വരുമാനം ഉണ്ടോ, അവരുടെ കാര്യങ്ങളും നോക്കുക. ആരെ കണ്ടാലും നമ്മൾ ബിസിനസ്സിലോട്ട് കൊണ്ടുപോയി എന്ത് സുഖമുള്ള ബിസിനസ്സാണ്. നല്ല മനസ്സറിഞ്ഞിട്ട് നല്ല മനസ്സമാധാനത്തോടു കൂടി വാർഡ് മെമ്പർ ആയിരുന്ന സമയത്ത് ഭയങ്കര സീനായിരുന്നു. അവിടെ കരണ്ടില്ല, അവിടെ ഫാനിൽ കരണ്ടില്ല, അവിടെ അത് ചത്തു ഇത് ചത്തു, അവിടെ ആ പ്രശ്നം, അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ. എനിക്കത് പെൻഷൻ കിട്ടിയില്ല, ഒരു ദിവസം പെൻഷൻ കഴിഞ്ഞ് ഒരു ദിവസം പെൻഷൻ കിട്ടിയില്ലെങ്കിൽ പിറ്റേന്ന് കോളി, പിറ്റേന്ന് വീട്ടിൽ തെരഞ്ഞു വരും. ഏത് സമയത്ത് എപ്പോഴും നമുക്ക് തലക്ക് ഭയങ്കര ഓവർലോഡ് പ്രഷർ ആയിരുന്നു. പക്ഷെ ഇപ്പൊ എന്തോ ഒരു സുഖം, ഒക്കെ ഒരു ഡിജിറ്റലായിട്ട് ഏതിനും ഒരു മനസ്സുഖം. ആ ഒരു സുഖം ഈ സുഖം തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. നല്ല സുഖസുന്ദരമായിട്ട് നല്ല ഹാപ്പി ആയിട്ട് മനസ്സറിഞ്ഞ് അത്രക്കും ഒരു വലിയ സ്ട്രഗിളിംഗ് ഒന്നും ഇതിനകത്തില്ല. എപ്പോഴും നല്ല ഹാപ്പി ആയിട്ട് മനസ്സറിഞ്ഞ് ചെയ്യാൻ പറ്റിയ ഈ ഒരു ബിസിനസ്സാണ്. ഇത് എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ഇതുപോലെ രക്ഷപ്പെടാൻ പറ്റും. ഞാൻ ഈ 3.5 വർഷം കൊണ്ട് ഇത്രയും നമുക്ക് ഞാൻ പറഞ്ഞാൽ 21,80,000 രൂപ ഇൻകം ഏൺ ചെയ്തിട്ടുണ്ടെങ്കിൽ മൈ ഡിയേഴ്സ്, ഇവിടെ ഇരിക്കുന്ന ജെൻസ് അല്ലെ, പയ്യന്മാരൊക്കെ ഇവിടെ ഉണ്ട്, ലേഡീസ് ഉണ്ട്. എൻ്റെ കൂടെ വയസ്സ് ഒന്നും നോക്കാതെ എൻ്റെ ജ്യേഷ്ഠത്തി അടക്കം, എനിക്ക് തോന്നുന്നു എൻ്റെ ജ്യേഷ്ഠത്തിക്ക് 64 വയസ്സായിട്ടുണ്ട്. ആ ആളെ ടീമിൽ തന്നെ അവരുടെ മകളെ ഏകദേശം 2.5 ലക്ഷം വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ എൻ്റെ ഫാമിലിയാണ് കൂടുതലുള്ളത്, എൻ്റെ നാട്ടുകാരാണ് കൂടുതലുള്ളത്. ഫാമിലി നാട്ടുകാർക്ക് തന്നെയാണ് ഞാൻ കൂടുതൽ ഈ അവസരം കൊടുത്തിട്ടുള്ളത്. ഓക്കെ, യെസ്. ഓക്കെ, ഏറ്റവും അവസാനമായിട്ട് മാഡത്തിനോട് ഒരു ചോദ്യം കൂടെ ചോദിക്കുകയാണ്. ഈ ആളുകൾക്ക് ഇത്രയും ഏകദേശം 2 ലിങ്കിലുമായിട്ട് 1000-ന് മുകളിൽ ആളുകൾ ഈ ഒരു പ്രോഗ്രാമിലുണ്ട്. ഏകദേശം
അങ്ങനെയാണെങ്കിൽ ഈ ഒരു ആളുകൾക്ക് ഈ ഒരു വീക്കില് മാഡത്തിന് കൊടുക്കാനുള്ള ഒരു ടിപ്സ് അതെന്താണ്? ഫാമിലിയെ നിങ്ങൾ സേഫ് ആക്കുക. നിങ്ങളെ വിശ്വസിച്ച് വന്നിട്ടുള്ള അല്ലെ, നിങ്ങളെ കണ്ട് കേട്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങളെ പേരൻസ്, നിങ്ങളെ പേരൻസിനെയും നിങ്ങളെ മക്കളെയും നിങ്ങൾ സേഫ് ആക്കുക. ആ സേഫ് ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ കയ്യിൽ ഒരു ക്യാഷ് വേണം. ആ ക്യാഷിനും വേണ്ടിയിട്ട് നിങ്ങളായിട്ട് ഒരാൾ നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരൂല. നിങ്ങളായിട്ട് എഫേർട്ട് എടുത്തിട്ട് നിങ്ങൾ വിജയിച്ച് കാണിക്കുക. ഒരാളെ മുന്നിലും, ഞാൻ പറയുന്നു, ഒരാളെ മുന്നിലും ദൈവത്തിന്റെ മുന്നിലല്ലാതെ ഒരു പടപ്പുകളെ മുന്നിൽ നിങ്ങൾ കൈ നീട്ടേണ്ട അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവരുത് എന്നുള്ള ആ ഒരു മനസ്സ് നിങ്ങൾക്ക് ഉണ്ടായാൽ ഈ ബിസിനസ് നിങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. വേറെ ഒന്നും എനിക്ക് പറയാനില്ല. ഇതാണ് എനിക്ക് ഏറ്റവും എടുത്ത് പറയാനുള്ളത്. നമ്മളെ മക്കളെ നമ്മൾ സേഫ് ആക്കുക. നമ്മളെ പേരൻസ്, നമ്മളെ ഫാദർ, നമ്മളെ മദർ, രണ്ട് ഫാമിലിയെയും, ഹസ്ബൻഡിന്റെ ഫാമിലിയെ വേറൊരു കണ്ണോട് കാണാതെ, അങ്ങനെയല്ല, രണ്ട് ഫാമിലി, നമുക്ക് രണ്ട് കണ്ണ് നമുക്ക് തന്നിട്ടുണ്ടോ, ആ രണ്ട് കണ്ണോണ്ട് ഒരുപോലെ നിങ്ങൾ ആ രണ്ട് ഫാമിലിയെ കെയർ ചെയ്യുക. അവരെ നിങ്ങൾ നല്ല രീതിയിൽ സംരക്ഷിക്കുക. അവരെ സംരക്ഷിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ അവസരം നമ്മളെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇത് നല്ല രീതിയിൽ നന്നായിട്ട് ഇത്തിരി എപ്പോഴും പറയും, ഒരു ഡയമണ്ട് ആയാലും നമ്മളെ പ്രശ്നങ്ങൾ തീരുന്നത് ആ ഡയമണ്ട് ആവണ വരെ ഒരു സമാധാനം നമുക്ക് ഉള്ളിക്ക് നെഗറ്റീവ് കിട്ടണം എന്ന് ഞാൻ പറഞ്ഞല്ലോ. നെഗറ്റീവ് നിങ്ങൾക്ക് ഇല്ലേ, നിങ്ങൾക്ക് ബിസിനസ്സിൽ നിൽക്കാൻ പറ്റൂല. നെഗറ്റീവ് എത്രത്തോളം നിങ്ങൾക്ക് വാരിക്കോരി നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്നാൽ നിങ്ങൾ ഈ ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതാണ് എനിക്ക് ഏറ്റവും എടുത്ത് പറയാനുള്ളത്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഈ വരുന്ന നമുക്ക് പെരുന്നാൾ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവർക്കൊക്കെ എന്താന്ന് വെച്ചാല് നമ്മൾക്ക് രണ്ടുമ്മമാരുണ്ടാവും, രണ്ട് ഉപ്പമാരുണ്ടാവും, മക്കള്, ഇവർക്കൊക്കെ അവർക്ക് വേണ്ട നമ്മൾ ഏറ്റവും ക്യാഷ് പ്രൈസ് നോക്കാതെ, നമ്മളെ ക്യാഷ് പ്രൈസ് നോക്കാതെ രണ്ട് ഫാമിലിക്കും ഇഷ്ടപ്പെട്ട ആ ഒരു ഡ്രസ്സ്, ആ പെരുന്നാൾ കൂടി, അതുപോലെ തന്നെ ഓണക്കോടി, അതുപോലെ തന്നെ അവർക്ക് മറ്റുള്ള ആഘോഷങ്ങളൊക്കെ വരുമ്പോൾ ആ ആഘോഷങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ ക്യാഷ് മാറ്റി വെച്ചിട്ട് ഈ ഒരു പെരുന്നാൾ അല്ലെ, അവർക്ക് വേണ്ടിയിട്ട് മാത്രം നമ്മൾ ഡ്രസ്സ് ആയിക്കോട്ടെ, എന്താഗ്രഹങ്ങളും ഇന്നിപ്പോ നമ്മൾ 2 ആഴ്ചയും കൂടി ഒന്ന് നമ്മൾ എഫേർട്ട് എടുത്താൽ ഇവരെ നമുക്ക് സേഫ് ആക്കാൻ പറ്റും. അവരെ കയ്യിലൊക്കെ കൊണ്ടുപോയി കൊടുക്കും. എൻ്റെ ഉപ്പാന്റെ ഒക്കെ കയ്യിൽ ഞാൻ ഇങ്ങനത്തെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ അവരെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുക. അല്ല, ക്യാഷ് നിങ്ങൾ അയച്ചു കൊടുക്കരുത്. ക്യാഷ് അയച്ചു ചെയ്യല് എത്ര ഉണ്ടായാലും നിങ്ങൾ ഒരു 3000, ഒരു ഉമ്മാക്കൊക്കെ ഒരു നല്ലൊരു ഡ്രസ്സ്, ഒരു 1000 രൂപ വരുന്ന ഒരു മാക്സി ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഉപ്പാരെ നമ്മൾ തുണി, ഷർട്ട്, ഇവർക്ക് അതിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങി കൊടുക്കുമ്പോൾ ആ ഒരു കവറ് മടക്കി അവരെ കയ്യിൽ ഇങ്ങനെ കൊണ്ടുപോയി കൊടുക്കുന്ന സമയത്ത് അവരുടെ മുഖത്തോട്ടൊന്ന് നോക്കണം. ആ മുഖത്തേക്കുള്ള ആ നോട്ടം മതി നമുക്ക് ഈ ബിസിനസ്സിൽ വിജയിക്കാൻ. വേറെ ഒന്നും വേണ്ട. നമ്മളെ പേരൻസിന്റെ പ്രാർത്ഥന, വേറെ ഒന്നും ഇതിൽ എനിക്ക് പറയാനില്ല. അതിനു വേണ്ടിയിട്ട് ഈ 2 വീക്കിൽ നിങ്ങൾ അതികഠിനമായിട്ട് എഫേർട്ട് എടുക്കുക. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു ബഷീർ സർ. യെസ്. ഓക്കെ, താങ്ക് യു നജ്മുന്നീസ മാഡം, താങ്ക് യു. വളരെ വാല്യബിൾ ആയ എക്സ്പീരിയൻസ് നമുക്ക് മുന്നിൽ ഷെയർ ചെയ്ത നജ്മുന്നീസ മാഡം നമുക്ക് എല്ലാവർക്കും ഒരു ആർട്സ് ഡീറ്റെയിൽ ക്ലാപ്പ് എല്ലാം കൊടുക്കാം പ്ലീസ്.